തമിഴ്നാട്ടിലെ വനവകുപ്പ് ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയമാകുന്നു എന്നാണ് പറയുന്നത്. ആനകളൊക്കെ ഉൾപ്പെടെയുള്ള ജീവികൾ അവിടെയും കേരളത്തിലെ ഇതുപോലെ തന്നെ അവിടെയും ഈ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വനാതിർത്തികളിൽ വെള്ളത്തൊട്ടികൾ നിർമ്മിച്ചാണ് ഇപ്പോൾ തമിഴ്നാട് വനവകുപ്പ് ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയും, അവർക്ക് വെള്ളം കുടിച്ച് അവർക്ക് മടങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് മേട്ടുപ്പാളയം മേഖലയിലൊക്കെ വലിയ തോതിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ ഇതുകൊണ്ട് കഴിഞ്ഞുവെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനെക്കുറിച്ച് കൂടി വിനയ് ഉണ്ണി പറയും. വിനയ്, കേരളത്തിലും ഏറ്റവും വേഗത്തിൽ നടപ്പാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഈ വെള്ളമുക്കില്ലായ്മ, ഭക്ഷണമില്ലായ്മയൊക്കെയാണ് ഇവയെല്ലാം ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് വിദഗ്ധരൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എവിടേക്കാണ് തമിഴ്നാട് വനംവകുപ്പ് നടത്തുന്നത്? കേരളത്തിൻ്റെ വനംവകുപ്പുമായി ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്? ദിവിഷ്, നിലവിൽ മേട്ടുപ്പാളയത്താണ് ഈ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കിയത്. കഴിഞ്ഞ വർഷം 17 വെള്ളം തൊട്ടികളാണ് ഈ പ്രദേശത്ത് വെച്ചത്. കാരണം ഈ മനുഷ്യമൃഗ സംഘർഷം ഏറ്റവും തലവേദനയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം കാട്ടിനകത്ത് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാൻ കാരണം. എന്തായാലും ഈ വെള്ളം തൊട്ടികൾ വെച്ചതോടുകൂടി ഈ മേഖലയിലെങ്കിലും മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളതായാണ് വനം വകുപ്പിന് ഒരു പഠനം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം പുതിയതായി 18 തൊട്ടികൾ കൂടി ഈ വിവിധ വനാതിർത്തികളിൽ ഇപ്പോൾ പണിയാനാണ് തമിഴ്നാട് വനം വകുപ്പിന് തീരുമാനം. എന്തായാലും മനുഷ്യ-മൃഗ സംഘർഷം ലഘൂകരിക്കുക എന്നത് മാത്രമല്ല, കാട്ടാനകൾക്കായാലും മറ്റു മൃഗങ്ങൾക്കായാലും കൃത്യമായി നല്ല കുടിവെള്ളം ലഭിക്കുക എന്നുകൂടി വനംവകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ കാട്ടാനകൾക്കാണ് ഈ വെള്ളം കുടിക്കാൻ ഒരു സൗകര്യം ഈ വെള്ളം തൊട്ടിലുള്ളത്. മറ്റു മൃഗങ്ങൾക്ക് കൂടി ഈ വെള്ളം കുടിക്കാനാകുന്ന തരത്തിൽ, അതായത് തുമ്പിക്കൈ ഉപയോഗിച്ച് ആനകൾക്ക് വെള്ളം കുടിക്കുന്നത് അത്ര പോലെ എളുപ്പമല്ല മറ്റു മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുക. അതുകൊണ്ട് ആ മൃഗങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച് ഒരു നല്ല പദ്ധതിയായിട്ട് തമിഴ്നാട് വനംവകുപ്പ് ഭാവിയിൽ ഒരു മികച്ച രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കുമെന്നതിന് പ്രതീക്ഷ മറ്റു സംസ്ഥാനങ്ങളിലെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകൾക്കും ഈ ഒരു മാതൃക പിന്തുടരാവുന്നതാണെന്നാണ് ഈ തമിഴ്നാടിൻ്റെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വേഗത്തിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഈ സംഘർഷങ്ങളുടെ കഥ പറയുന്നത് കുറയ്ക്കുകയും ചെയ്യാം. ശരി വിനയ്.